ഹായ് ഫ്രണ്ട്സ്, അമ്പാടിമ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് നാളുകളായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കണു. എന്നും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നടക്കുമെന്നറിയില്ല. എന്തായാലും നമുക്ക് ഇന്ന് അപ്പോൾ നമ്മൾ പിച്ചിപ്പൂവാണ് ഉണ്ടാക്കാൻ. ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ്ങിൽ നിൽക്കുന്നതാണ് ആർട്ടിഫിഷ്യൽ ജാസ്മിൻസൊക്കെ. അപ്പോൾ നമ്മൾ ഇതുപോലെ പിച്ചിപ്പൂ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചെറിയൊരു വീഡിയോയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നോക്കാം എങ്ങനെയാണ് ഇതുപോലെ പിച്ചിപ്പൂ ഉണ്ടാക്കണേന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാൻ ഉപയോഗിക്കുന്നത് 0.8 mm ഐവറി ഷീറ്റ്സാണ്, ഐവറി ഫോം ഷീറ്റ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഞാനതിന് മെറ്റീരിയൽ കൊണ്ടുവരുമ്പോൾ തന്നെ ഇതുപോലെ സ്ട്രിപ്സായിട്ട് കട്ട് ചെയ്ത് വയ്ക്കും കേട്ടോ. 3.5 സെൻറ്റിമീറ്ററിൽ, അളവുകളൊക്കെ സെൻറ്റിമീറ്ററിലാണ് നമ്മൾ എടുക്കുന്നത്. 3.5 സെൻറ്റിമീറ്ററിൽ ഇതുപോലെ സ്ട്രിപ്പാക്കി വച്ചിട്ടുണ്ട്. അതുപോലെ കട്ടർ, ഇങ്ങനത്തെ കട്ടറാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബിസിനസ്സൊക്കെ ആയിട്ട് ചെയ്യണവർക്ക് ഇങ്ങനത്തെ കട്ടറിൻ്റെ ഉപയോഗമുള്ളൂ. കട്ടറിന് ഇത്തിരി റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ചൂടാൻ മാത്രം ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ പേപ്പറിൽ ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ കേക്ക് കട്ടറൊക്കെ കിട്ടും. അധികം വിലയില്ലാത്ത ടൈപ്പിൽ കേക്ക് കട്ടേഴ്സ് കിട്ടും, അതായാലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിക്കാം. ഞാൻ ഇങ്ങനെ പിടിച്ചിട്ടാണ് കേട്ടോ. അതായത് ഇതിപ്പോൾ എങ്ങനെ പിടിക്കണമെന്നുള്ളതിൽ വിഷയമില്ല, നമ്മൾ കറക്റ്റ് ഷീറ്റ് വെച്ച് കൊടുത്താൽ എങ്ങനെയായാലും കട്ട് ചെയ്ത് വരും. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും ഷീറ്റ് എത്രയും എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ നിൽക്കണ്ടോ എന്നുള്ളത്. അപ്പോൾ ഏറ്റവും വേസ്റ്റേജ് കുറച്ച് എന്നുള്ള രീതിയിലാണ് ഇതിപ്പോൾ ഞാൻ കറക്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തു. എല്ലാ ഭാഗത്തും ഈ വൈറ്റ് ഷീറ്റ് കറക്റ്റായിട്ട് വരുന്നില്ലേന്ന് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാണ്. എളുപ്പമാണ് ഇത് കട്ട് ചെയ്യാനായിട്ട്. 2 ഫോൾഡായിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്. അപ്പോഴാണ് ഭംഗിയായിട്ട് കട്ട് ചെയ്ത് വരിക. സിംഗിളായിട്ട് വയ്ക്കുമ്പോൾ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അടുത്തത് വെച്ച് കൊടുക്കുമ്പോഴും ഏറ്റവും അടുപ്പിച്ച്, ഇതിപ്പോൾ ഇങ്ങനെ കയറ്റി വയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റണ്ടാവുക എനിക്കെന്ന് വിചാരിക്കണു. മുൻപ് വെട്ടിയ പെറ്റലിൻ്റെ ആ ഒരു ഇത് ഹോൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ആ ഹോളില്ലാതെ എന്നാൽ ഒരുപാട് താഴേക്ക് ഇറങ്ങി പോകാത്ത രീതിയിൽ വെച്ചിട്ട് എല്ലാ ഭാഗത്തും കറക്റ്റായിട്ട് ഷീറ്റ് വരുന്ന രീതിയിൽ വെച്ചിട്ട് അടുത്ത പെറ്റൽ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ പെറ്റൽസ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രിപ്പിൽ നിന്ന് നമുക്ക് 15 പെറ്റൽസാണ് കേട്ടോ കിട്ടുക. ഇതിൽ നിന്ന് 15 പെറ്റൽസ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഓൾറെഡി ഇവിടെ കട്ട് ചെയ്ത് വെച്ച കുറച്ച് പെറ്റൽസ് ഉണ്ട്. അപ്പോൾ അതിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം, ഫ്ലവർ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. പിന്നെ ഇതിന് നമുക്ക് ഗ്ലൂ ഞാൻ ഉപയോഗിക്കുന്നത് B7000 ആണ്. ഗ്ലൂ ഗൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്ന് നനഞ്ഞൊക്കെ വരുമ്പോൾ അത് ഗ്ലൂ വിട്ട് പോരാൻ ചാൻസ് ഉണ്ട്. ഇതാവുമ്പോൾ നമുക്ക് ഇരിക്കും, എത്ര നാൾ വേണമെങ്കിലും ഇരിക്കും. അങ്ങനത്തെ ഒരു ഗുണം ഈ ഒരു പശയ്ക്ക് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പം ഞാൻ ചെയ്യുന്ന രീതി ഇത് 2 ടൈപ്പിൽ ഞാൻ കാണിച്ചു തരാവേ. ഞാൻ ചെയ്തിട്ട് പല ടൈപ്പിൽ ചെയ്തിട്ട് ഫ്ലവേഴ്സ് നല്ല ഭംഗിയായിട്ട് നിൽക്കണമെന്ന് തോന്നിയ 2 ടൈപ്പാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ഫ്ലവറിൻ്റെ ഈ അറ്റത്ത്, അതായത് ഈ സെൻറ്റർ റൗണ്ടിൻ്റെ തൊട്ട് തന്നെ നമ്മൾ കുറച്ച് ഗ്ലൂ വെച്ച് കൊടുക്കുക. ഫ്ലവറിൻ്റെ ഏറ്റവും തുമ്പത്തേക്കൊന്നും, പെറ്റലിൻ്റെ ഏറ്റവും തുമ്പത്തേക്കൊന്നും എത്തണ്ട, സെൻറ്റർ റൗണ്ടിൽ വരുന്ന രീതിയിൽ വച്ച് കൊടുക്കുക. ഇത് അതുപോലെ ഗ്ലൂ ഗണ്ണാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടി കിട്ടും. ഇത് കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യണം. കണ്ടല്ലോ, ഈ ഒരു പോർഷനിലാണ് ഞാൻ ഗ്ലൂ വെച്ച് കൊടുക്കുന്നത്. വളരെ കുറച്ച് ഗ്ലൂ വെച്ച് കൊടുത്താൽ മതി. അടുത്ത ഒരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെൻറ്റർ റൗണ്ട് ഉണ്ടല്ലോ, ഈ റൗണ്ടിൻ്റെ ഉള്ളിൽ സെൻറ്ററിൽ ജസ്റ്റ് ഒരു ലൈൻ, ഇതുപോലെ ഒരു ലൈനായിട്ട് ഗ്ലൂ വെച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഇതുപോലെ സെൻറ്ററിൽ ഗ്ലൂ വെച്ച് കൊടുത്തു. ഈ 2 മെത്തേഡിൽ ഇതിപ്പോൾ ഞാൻ ആദ്യം ഈ പെറ്റലിൽ വെച്ചതാണ്, ഇവിടെയാണ് ഞാൻ ഗ്ലൂ വെച്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഇതിനെ ഫോൾഡ് ചെയ്ത് ഈ ഗ്ലൂവിൻ്റെ അടുത്തേക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇതിന് ഒരു പ്രാവശ്യം കൂടി ഒന്ന് ഒട്ടിച്ചാലാണ് കേട്ടോ ഇതിന് കറക്റ്റ് പെറ്റലാവുള്ളൂ. കണ്ടോ, ഇങ്ങനെ ഒന്ന് ഒട്ടിക്കുക. ഇതിന് ടൈം കുറച്ച്
ഒട്ടാനുള്ളൊരു സമയം നമ്മളൊരു 10-15 പെറ്റലൊക്കെ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ട് അല്ല ഗ്ലൂ തേച്ച് വെച്ചിട്ട് പിന്നെ ഓരോന്നും ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ആദ്യം ഗ്ലൂ വെച്ചതിനെ ഒട്ടിച്ചൊട്ടിച്ച് അങ്ങനെ വരുമ്പോൾ കറക്റ്റ് ടൈമിങ് ആയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ ഇതിങ്ങനെ വിടർന്ന് പോരും. ഇതിപ്പോൾ ഇങ്ങനെ വിടർന്ന് പോരണ കണ്ട ആ ഒരു ടൈം എന്നുള്ളത് ഇതിന് പെട്ടെന്ന് നമ്മൾ ഗ്ലൂ വെച്ച അപ്പം തന്നെ ഗ്ലൂ സ്റ്റിക്ക് പോലെ ഗ്ലൂ വെച്ച അപ്പം തന്നെ ഇത് ഒട്ടിപ്പോരൂല, ഒട്ടി നിൽക്കൂല. ഇത് പൊട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഈ സെൻറ്ററിൽ ഗ്ലൂ വെച്ചത് ഈ ഒരു പോർഷനിലാണ് ഗ്ലൂ വെച്ചേക്കണത്. ഞാൻ അതിനെ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് കേട്ടോ സെൻറ്റർ ഫോൾഡ് ചെയ്യണത്. കണ്ടോ, ഇങ്ങനെ സെൻറ്റർ ഫോൾഡ് ചെയ്തു. ഇവിടെയാണ് ഗ്ലൂ ഉള്ളത്. എന്നിട്ട് ഇതിനെ വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്യുമ്പോൾ ഈ ഗ്ലൂകൾ തമ്മിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പ് വന്നു. ഈ ഗ്ലൂ തമ്മിൽ ഒട്ടിക്കിട്ടും. ഒന്നുകൂടെ കാണിച്ചു തരാം. ഇവിടെയാണ് ഞാൻ ഗ്ലൂ വെച്ചിട്ടുണ്ട്. ഇതിനെ ഗ്ലൂ അകത്തേക്കല്ല പുറത്തേക്ക് വരുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ ഫോൾഡ് ചെയ്തു. വീണ്ടും ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്തു. അപ്പോൾ ഗ്ലൂ കറക്റ്റ് ഒട്ടി. ഇവിടെയാണ് ഗ്ലൂ വരുന്നത്. ഇതിങ്ങോട്ട് ഒട്ടും. ഇങ്ങനെയാണ് നമ്മൾ പെറ്റൽസ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പെറ്റൽസ് ഇതാ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ 2 പെറ്റൽസും കംപ്ലീറ്റായി. കണ്ടോ, സെൻറ്ററിൽ പശ വെച്ച് ഒട്ടിച്ച ഈ 2 പെറ്റൽസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിപ്പോൾ സിംഗിൾ പെറ്റലായിട്ടുള്ള പിച്ചിയായിട്ട് എടുക്കുകയാണെങ്കിൽ ഇതിലിനി അതിൻ്റെ സ്റ്റെമ്മ് വെച്ച് കൊടുത്താൽ മതി. ഈ പെറ്റൽസിന് ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് ഒട്ടിക്കണം. അപ്പോൾ അടുത്ത ഫോൾഡിങ്ങിന് നമ്മൾ ഈ സെൻറ്ററിൽ ഇതേ ഭാഗം ഈ സെൻറ്ററിൽ ഈ റൗണ്ട് പോർഷനിൽ ഒന്ന് ഗ്ലൂ വെച്ച് കൊടുക്കുക. ഇതിനെ ഫോൾഡ് ചെയ്ത് അങ്ങോട്ട് സ്റ്റിക്ക് ചെയ്യാം. അടുത്തതും അതുപോലെ തന്നെ സ്റ്റിക്ക് ചെയ്ത് വയ്ക്കാം. വിടർന്ന് പോയാലും നമുക്ക് ഇത് കുറച്ച് ടൈം എടുക്കണേ കൊണ്ട് വീണ്ടും സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പെറ്റലും റെഡി. ഇതൊന്നുകൂടെ ഫോൾഡ് ചെയ്ത് കൊടുക്കട്ടെ. ഇങ്ങനെ ഇരിക്കും കേട്ടോ നമ്മുടെ ഫ്ലവർ വരുമ്പോൾ. ഇനി ഇതിനെ ഡബിൾ ലെയർ ആക്കാനായിട്ടാണെങ്കിൽ ഇതിപ്പോൾ സിംഗിൾ ലെയർ പെറ്റൽ ഇതായിരിക്കണേ. ഡബിൾ ലെയർ ആക്കാനാണെങ്കിൽ ഇതുപോലെ അടുത്തൊരു പെറ്റൽ എടുക്കുക. ഇതിനൊന്ന് ഫോൾഡ് ചെയ്യാം. ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക. ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യാതെ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ സെൻറ്ററിൽ പതുക്കെ ഒരു കട്ടിട്ട് കൊടുക്കണം. നമുക്ക് ചെറിയൊരു വളരെ ചെറിയൊരു കട്ടിട്ട് കൊടുക്കാം. ഒരുപാട് വേണ്ട, ചെറിയൊരു കട്ട് ഇതുപോലെ ഒരു കട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ സെൻറ്ററിൽ വീണ്ടും ഈ റൗണ്ട് പോർഷൻ പെറ്റൽസിലേക്കൊന്നും ആവാതെ നോക്കണം. ഈ റൗണ്ട് പോർഷൻ മാത്രം ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്യാം. കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്നിട്ട് നമ്മൾ ഈ സിംഗിൾ പെറ്റലിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ കോണായിട്ട് നിൽക്കുന്ന ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഗ്ലൂ ആയ കാരണം നമ്മളിതിനെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ചെയ്യണ മെത്തേഡ് കുറച്ചധികം പെറ്റൽസിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വെച്ചേക്കും. എന്നിട്ടൊന്ന് സ്റ്റിക്കായി കഴിയുമ്പോൾ ടൈം എടുത്തിട്ട് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് ഒട്ടിക്കും. അപ്പോൾ അത് കൃത്യമായി ഒട്ടിയിരിക്കും. എന്നിട്ട് നമ്മൾ ഇത് ഒട്ടിച്ച് കഴിയുമ്പോൾ ഈ കോർണർ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കണ്ടാവും. അതൊന്നിങ്ങനെ കട്ട് ചെയ്ത് കളയാം. നമ്മുടെ പെറ്റൽസ് റെഡി. ഇതുപോലെ ഞാൻ കുറച്ച് പെറ്റൽസ് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ പെറ്റൽസുകൾ നമ്മൾ ചെയ്ത് വെച്ചേക്കണത്. ഇതാ കണ്ടോ, ഇതിൻ്റെ ആ ഭാഗത്ത് ഈ ഒരു ഭാഗത്ത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു കോർണർ അങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ പെറ്റൽസ് സെറ്റാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് തണ്ടുണ്ടാക്കണം, സ്റ്റെം ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കാം. സ്റ്റെം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ തന്നെ ഗ്രീൻ കളർ
ഗ്രീൻ ഷീറ്റ് നമ്മുടെ ഫോം ഷീറ്റ് തന്നെ ഗ്രീൻ കളറാണ് യൂസ് ചെയ്യണത്. ഇത് ഞാനൊരു 1 mm താഴെയാണ് ഇതുപോലെ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യണത്. 1 mm താഴെയാണ് കട്ട് ചെയ്തേക്കണത്. സോറി, 1 mm താഴെയല്ല, 1 cm താഴെയാണ് കട്ട് ചെയ്തേക്കണത്. 0.8 mm ഷീറ്റ് തന്നെ 1 cm താഴെ കട്ട് ചെയ്തു. അതുപോലെ തന്നെ ലെങ്ത്തും അതൊക്കെ തന്നെ മതി കേട്ടോ. 1 സെൻറ്റിമീറ്ററോ 1.25 സെൻറ്റിമീറ്റർ, അതിൽ കൂടുതൽ വേണ്ട. 1-1.25, അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര നീളമായിരിക്കും. ഞാനിതിപ്പോൾ സ്ട്രിപ്പുകളായിട്ട് തന്നെയാണ് ഒട്ടിച്ചിട്ടാണ് ഞാൻ തണ്ടാക്കി എടുക്കാറ്. ഇപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് വേണ്ടി 1-2 സ്റ്റെമ്മ് ചെയ്യാൻ വേണ്ടി മാത്രം ആണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ദാ കുറച്ച് ഗ്ലൂ ഒരു സൈഡിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ നമ്മളിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ടല്ല, ഷീറ്റ് കംപ്ലീറ്റ് ആയിട്ടല്ല, അതിൻ്റെ സെൻറ്ററിലേക്കൊക്കെ ഒന്ന് വരാവുന്ന രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. സ്ട്രിപ്പായിട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം നമ്മൾ ഒന്ന് ഒട്ടിച്ചിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിക്കും. അടുത്ത ഭാഗത്തേക്ക് വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിക്കും. അങ്ങനെ അപ്പോൾ വേഗം ഇങ്ങനെ ഒട്ടി പോന്നോളും. ഈ ഗ്ലൂവിന് റസ്റ്റ് ചെയ്യാനുള്ളൊരു ടൈം നമ്മൾ എപ്പോഴും കൊടുക്കണം, എന്നാലാണ് ഈ ഗ്ലൂ ഒട്ടി വരുള്ളൂ. ഇതുപോലെ ഒട്ടിച്ചു. ഇനി നമ്മുടെ ബാക്കി ഭാഗം കിടക്കണുണ്ടല്ലോ ഇപ്പുറത്ത്, അവിടെ കുറച്ചൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്കിതിനെ റോൾ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ പിടിച്ച് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, വിരലുകൊണ്ട് തന്നെ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെം റെഡിയായി കിട്ടും. ഇപ്പോൾ നമ്മുടെ സ്റ്റെം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട, നല്ല റൗണ്ടായിട്ട് തന്നെ ഇരിക്കും. ഒട്ടാനുള്ള ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഇതിന് കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മുടെ സ്റ്റെമ്മുകൾ വരുന്നത്. സ്റ്റെമ്മ് ഞാനിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ചധികം സ്റ്റെമ്മുകൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലവറിലേക്ക് സ്റ്റെം അറ്റാച്ച് ചെയ്യണതും കൂടെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ കോർണർ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ പോയിന്റിൽ നമുക്കിത് ഒട്ടിക്കാൻ സുഖമായിരിക്കും. അല്ലെങ്കിൽ കോർണർ ഇങ്ങനെ മുനച്ച് നിൽക്കുമ്പോൾ അത് ഒട്ടിക്കുമ്പോൾ അത് വേറൊരു സെപ്പറേറ്റ് ചെയ്ത് നിൽക്കണ പോലെ വരും. ഇതാവുമ്പോൾ കറക്റ്റ് അതിലേക്ക് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്ന ഒരു ഫീൽ വരും. നമുക്ക് കറക്റ്റ് അതിലേക്ക് ഇങ്ങനെ ഇതായിട്ട് ഇറങ്ങിയിരുന്നോളും. എന്നിട്ട് ഇതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. കിട്ടാനായിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഒട്ടിക്കിട്ടും. ഇതും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഞാനൊരു 10-15 ഫ്ലവേഴ്സൊക്കെ ഒരുമിച്ചെടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് വയ്ക്കും. എന്നിട്ട് ഇതുപോലെ സ്റ്റിക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യണത്. കണ്ടോ, അപ്പോൾ നമ്മുടെ ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ഫ്ലവേഴ്സാണ് കേട്ടോ. കണ്ടോ, നേരത്തെ ചെയ്തു വെച്ച ഫ്ലവേഴ്സാണ്. ഇനി നമുക്കിത് സാധാരണ മാല കെട്ടിയെടുക്കണ പോലെ കെട്ടിയെടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് ചെറിയ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.